എൻ്റെ 11ാം വയസ്സ് മുതൽ ഞാൻ കൂട്ടുകുടുംബമായിട്ടായിരുന്നു കേട്ടോ താമസിച്ചിരുന്നത്. വീട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടായത് കൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്നുള്ളത് കുറച്ചധികം ചിലവേറിയ കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ മുതിർന്ന പുരുഷന്മാരില്ലേ CD വാങ്ങിയിട്ട് വരും. ചെറിയൊരു തിരുത്തുണ്ട്, CD വാടകയ്ക്ക് എടുത്തോണ്ട് വരും. ചിലപ്പോഴൊക്കെ പഴയ പടങ്ങൾ വല്ലതും ആയിരിക്കും കേട്ടോ. ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ മൂവിയുടെ പകുതി ആവുമ്പോഴേക്കും ഞാൻ ഉറങ്ങിക്കാണും. സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാകും കേട്ടോ. പിന്നെ എങ്ങനെ ഉറങ്ങാതിരിക്കും? പക്ഷെ ഒരു ദിവസം ഞാൻ വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു. ഒരു പടം മുഴുവനായി അങ്ങ് ഇരുന്ന് കണ്ടു. അത്രയും ലയിച്ച് കണ്ടിരുന്ന വേറെ സിനിമ ഉണ്ടായിട്ടുണ്ടാവില്ല. ഞാൻ ആകാംക്ഷയോടെ കണ്ടു തീർത്ത ആ മൂവി ഏതാണെന്നറിയോ? നമ്മുടെ ലാലേട്ടൻ്റെ ചിത്രം എന്ന മൂവി. ഹോ, അതിലെ ലാലേട്ടൻ്റെ പ്രകടനം, എൻ്റെ അമ്മോ, ഈ മനുഷ്യൻ്റെ ഒരു കഴിവ്! എൻ്റെ കുട്ടിക്കാലം ഒരു തരത്തിൽ രസകരമാക്കിയ മലയാളത്തിൻ്റെ ഈ അദൃശ്യ കലാകാരന്, അല്ല, ഞാൻ എന്തിനാ ഇങ്ങനെ ഫോർമലായിട്ടൊക്കെ പറയുന്നത്? നമ്മുടെ സ്വന്തം ലാലേട്ടന് എൻ്റെ ജന്മദിനാശംസകൾ. ഇനിയും ഒത്തിരി കാലം എൻ്റെ മക്കളുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ ചെറുപ്പകാലം ലാലേട്ടനെ മനോഹരമാക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട! പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാലേട്ടൻ മൂവി ഏതാന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.